നമ്മൾ സാധാരണ ഒരാളുടെ കാര്യത്തിന് ഓക്കെ പറയുമ്പം ഒരു 4-5 കാര്യങ്ങളെ നമുക്കൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അതെ, ഓക്കെ, ശരി, ഓക്കെ, പിന്നല്ലാതെ, ഓഫ് കോഴ്സ്, ഓക്കെ, എന്തായിരുന്നാലും അങ്ങനെ സംഭവിക്കും. ഇങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ഒരാളുടെ ഒരു വിഷയങ്ങൾ പറയുമ്പോൾ സപ്പോർട്ട് ചെയ്ത് പറയുമല്ലോ. അങ്ങനത്തെ ഒരു 5 വാക്ക് നമുക്കൊന്ന് പഠിക്കാം. ആദ്യമായിട്ട് യെസ് എന്ന് സാധാരണ പറയാനുള്ള ഒന്നാണ് ഞാൻ എന്ന് പറയും. ഞാൻ യെസ് എന്ന് പറയും. അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് ഖലാസ് എന്ന് പറയും. ഖലസ് ഓക്കെ. ഇനി ഓഫ് കോഴ്സ് എന്ന് പറയല്ല, അങ്ങനെ അതിനെന്താ പറയുക? തബ എന്നാണ് പറയുക. തബാൻ, നിങ്ങൾ ഈജിപ്ഷ്യൻസ് ഒക്കെ എപ്പോഴും പറഞ്ഞു കേട്ടില്ലേ? തബാൻ അതങ്ങനെയല്ലേ വരുള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ബിത്തക്കീദ് പറയാം, അക്കീദ് പറയാം. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞൊരു വീഡിയോ തന്നെയാണ്, അത് വീഡിയോയിൽ ഞാൻ പറഞ്ഞ വിഷയമാണ്. അക്കീദ് എന്ന് പറയാം. ഓക്കെ. അതേപോലെ മറ്റൊന്നാണ് എക്സലൻ്റ് എന്ന് പറയാം. തമാം. പിന്നെ തമാം. ഗുഡ് എന്ന് പറയാം. ജയ്യിദ് ഒന്നുകൂടി നന്നായി വെരി ഗുഡ് ആകുമ്പോൾ ജയ്യിദ് ജിദ്ദൻ. ഇനി അതായത് സ്മൂത്ത് ആണ്, വെരി നൈസ് എന്ന് പറയും. അതിനൊക്കെ ഹുലു എന്ന് പറയും. ഹുലു എന്നാൽ സ്വീറ്റ് എന്നാണ്. ഇത് നിങ്ങൾ അറബികൾ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതൊക്കെ അവരെന്താണ് സാധാരണഗതിയിൽ പറയുന്ന ഒന്നാണ്, വാക്കുകളാണ്. ഇപ്പം നമ്മൾ മലയാളത്തിൽ ശരി, ഓക്കെ എന്ന് പറയുന്നതിൽ അപ്പുറത്തേക്ക് ഇവരിങ്ങനെ വാക്കുകൾ മാറ്റിക്കൊണ്ടിരിക്കും. അതിനൊക്കെ ഓരോന്നിനും ചെറിയ അർത്ഥ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒന്ന് യെസ് എന്ന് പറയാൻ നാം എന്നാണ്. അത് നമ്മുടെ മലയാളികൾ ഉപയോഗിക്കുന്ന വേറൊരു വേർഡുണ്ട്, ഐവ എന്നതുണ്ട്. മറ്റൊന്ന് അതിൽപ്പെട്ട ഒന്നാണ് ഐനാം. ഇത് 3ഉം യെസ് എന്ന് പറയാനുള്ളതാണ്. മറ്റൊന്ന് പിന്നെ ഓക്കെ പറയാനാണ് ഖലാസ്, തയ്യിബ്. ഇത് രണ്ടും ഓക്കെ പറയാനുള്ളതാണ്. ഇനി ഗുഡ് ഓക്കെ എന്നാണ്, നല്ല കാര്യങ്ങൾക്ക് ഓക്കെ പറയാൻ തമാം, മുംതാസ്, സെയിൻ ഇതൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഓഫ് കോഴ്സ് എന്ന് പറയാം. അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ, അതെ അത് തന്നെയാണ് എന്ന് പറയാൻ തബഅൻ എന്നൊരു വാക്കുണ്ട്. തബഅൻ യാ സയ്യിദ് എന്ന് പറയാം. ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചാൽ തന്നെ അറബികളായിട്ട് നിങ്ങൾക്ക് കമ്പനി കൂടാൻ പറ്റും. കാരണം അവർ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നന്നായി നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് നന്നായി പ്രതികരിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നും. ഓക്കെ. ഏതായിരുന്നാലും അറബി ഭാഷ അറബിക് യൂണിയിൽ നിന്ന് നിങ്ങൾ പഠിച്ചെടുക്കുക. അങ്ങനെ അറബികളുമായി നിങ്ങൾ മിങ്കിളായി ജീവിക്കുക. ഓക്കെ. ശുക്രൻ ലക്കും, ഫി അമാനില്ലാഹ്.